മലങ്കര സഭയുടെ വിശ്വാസം അന്ത്യോക്യനാണോ അലക്സാന്ദ്യനാണോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ്. മലങ്കര സഭയിലെ വിഘടിത പ്രസ്ഥാനമായ 1911 ശീമ മെത്രാൻ അബ്ദുൾ സത്താഫിനാൽ സ്ഥാപിതമായതും ബാബാകക്ഷി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതുമായ മലങ്കര സഭയിലെ വിഘടനവാദികൾ പറയുന്നത് പോലെ മലങ്കര സഭ ഇന്ന് ഉപയോഗിക്കുന്ന ആരാധനക്രമവും വേഷവിധാനവും പാരമ്പര്യവും എല്ലാം അന്ത്യോക്യൻ സഭയുടേതാണെന്ന അവകാശവാദം എത്രമാത്രം അസംബന്ധമാണെന്ന് കൃത്യമായ തെളിവുകൾ സഹിതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാം. AD 451 കൽഗദൂൻ സുന്നഹദോസിൽ ക്രിസ്തുവിന്റെ ദൈവീക മനുഷ്യ സ്വഭാവങ്ങളെ സംബന്ധിച്ച് രണ്ടു തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് ഒരു ഭിന്നതയായി കലാശിക്കുകയും ചെയ്തു. അന്ന് സഭയിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് പ്രധാന വേദശാസ്ത്ര സ്കൂളുകളായിരുന്നു അലക്സാന്ദ്രിയൻ തിയോളജിക്കൽ സ്കൂളും അന്ത്യോക്യൻ തിയോളജിക്കൽ സ്കൂളും. കൂറിലോസ്, ദിയസ്കോറസ്, അത്താനാസിയൂസ് തുടങ്ങിയ ക്രൈസ്തവ സഭയുടെ എക്കാലത്തെയും മികച്ച വേദശാസ്ത്ര പണ്ഡിതരുടെ വ്യാഖ്യാനങ്ങളാൽ സന്തുഷ്ടമായിരുന്ന അലക്സാന്ദ്രിയൻ സ്കൂളും അത്ര പ്രബലമല്ലാത്ത അന്ത്യോക്യൻ സ്കൂളും തമ്മിലുള്ള വേദശാസ്ത്രപരമായ അഭിപ്രായ ഭിന്നത കൂടിയായിരുന്നു 451 കൽഗദൂൻ ഭിന്നതയിൽ കലാശിച്ചത്. രാഷ്ട്രീയമായ കാരണങ്ങളും ഈ ഭിന്നതയുടെ പിന്നിലുണ്ടായിരുന്നു. ക്രിസ്തുവിൽ ദൈവീക മനുഷ്യ സ്വഭാവങ്ങൾ പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത വിധം സംയോജിച്ചിരിക്കുന്നുവെന്ന അലക്സാന്ദ്രിയൻ വിശുദ്ധ കൂറിലോസിന്റെ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഏക സ്വഭാവവാദത്തിൽ അലക്സാന്ദ്രിയൻ സഭ ഉറച്ചു നിന്നപ്പോൾ ക്രിസ്തുവിൽ ദൈവീക മനുഷ്യ സ്വഭാവങ്ങൾ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളായി നിൽക്കുന്നുവെന്ന് അന്ത്യോക്യൻ സ്കൂളിന്റെ വേദശാസ്ത്രമായ ഇരു സ്വഭാവവാദത്തെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു 451 കൽഗദൂൻ സുന്നഹദോസിൽ അന്ത്യോക്യ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയ സഭകൾ സ്വീകരിച്ചത്. കൽഗദൂൻ സുന്നഹദോസ് നടക്കുന്ന സമയത്ത് അന്ത്യോക്യ പാത്രിയാർക്കീസായിരുന്ന മാക്സിമസ് അന്ത്യോക്യൻ വേദശാസ്ത്രമായ ദ്വിസ്വഭാവവാദത്തെ പിന്തുണച്ചു. അന്ത്യോക്യയുടെ അടിസ്ഥാന വേദശാസ്ത്രവും ദ്വിസ്വഭാവവാദമായിരുന്നു. സത്യത്തിൽ മലങ്കര സഭയും സിറിയക് ഓർത്തഡോക്സ് സഭയും അടക്കമുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് അന്ത്യോക്യൻ വേദശാസ്ത്രമായ ഇരു സ്വഭാവവാദം വേദവിപരീതമാണ്. അലക്സാന്ദ്രിയൻ വേദശാസ്ത്രമായ ഏക സ്വഭാവവാദമാണ് മലങ്കര സഭയും സിറിയക് ഓർത്തഡോക്സ് സഭയും സത്യവിശ്വാസമായി സ്വീകരിച്ചിരുന്നത്. ഇതെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാകും അന്ത്യോക്യൻ വേദശാസ്ത്രത്തെ വേദവിപരീതമായി കാണുന്നവരാണ് മലങ്കര സഭയും സിറിയക് ഓർത്തഡോക്സ് സഭയും എന്ന്. അവിടെയാണ് പുത്തൻകുരിശ് സൊസൈറ്റി വിവരദോഷികൾ മലങ്കര സഭയുടെ വിശ്വാസം അന്ത്യോക്യനാണെന്ന് പറയുന്നത്. ഇത് എത്രമാത്രം വിഡ്ഢിത്തമാണെന്നും ഇങ്ങനെ പറയുന്നവരുടെ ഭൗതിക നിലവാരവും വേദശാസ്ത്ര പരിജ്ഞാനവും എത്രമാത്രം പരിതാപകരവുമാണെന്നാണ് വെളിവാക്കുന്നത്.